ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മോക്ക് ബി മലയാളം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ CGL മെയിൻസിൻ്റെ ഒലിവ് ബോർഡിൽ ജനുവരി 18 വരെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ലൈവ് മോക്കിൻ്റെ മാത്സിലെ സൊല്യൂഷൻസ് ആണ്. 18 വരെ അവൈലബിൾ ആണ്. സോ ഇതുവരെ എടുക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ജനുവരി 18 വൈകുന്നേരം 7 മണി വരെ അത് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ആർക്ക് വേണമെങ്കിലും കയറി എടുക്കാം. ഒരു ഈസി മോക്കായിരുന്നു. ഒരു ഈസിലി ഒരു 300+ അടിക്കാൻ പറ്റുന്ന ഒരു മോക്കാണ്. ഓക്കെ, മേ ബി എക്സാമൊക്കെ ആയതുകൊണ്ടായിരിക്കും അവർ കോൺഫിഡൻസ് ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി എളുപ്പമുള്ളൊരു മോക്കാണ് വന്നേക്കണേ. സോ എന്തായാലും നമുക്ക് വൈകാതെ തന്നെ നമ്മുടെ സൊല്യൂഷൻസിലേക്ക് പോകാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കണ്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഓൾസോ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റേഷ്യോ വെച്ചിട്ടുള്ള വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു സ്ഫിയർ തന്നിട്ടുണ്ട്. ആ സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് A1 ആണ്. ഇനി ഞാൻ എന്ത് ചെയ്തു, ആ സ്ഫിയറിനെ ഇങ്ങനെ കറക്റ്റ് നടുവിൽ വെച്ചിട്ട് മുറിച്ചു. അപ്പോൾ എനിക്ക് 2 ഹെമിസ്ഫിയർ കിട്ടി അല്ലേ. 2 ഹെമിസ്ഫിയർ കിട്ടി. രണ്ടിൻ്റെ റേഡിയസിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമോ? ഇല്ല, സെയിം സാധനമല്ലേ. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം രണ്ടെണ്ണത്തിലും സെയിം തന്നെയല്ലേ. ഇനി എന്താ പറയുന്നത്, അങ്ങനെ പുതുതായിട്ട് കിട്ടിയ 2 ഹെമിസ്ഫിയറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ ഞാൻ കണ്ടുപിടിച്ചാൽ അതിൻ്റെ രണ്ടിൻ്റെയും റേഷ്യോ എന്തെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ വലിയ സ്ഫിയറിൻ്റെ ലൈക്ക് റേഡിയസ് 6 ആണെന്ന് വിചാരിക്കും. ഇതിൻ്റെ എന്തായിരിക്കും 4πr² ആയിരിക്കും സർഫസ് ഏരിയ എന്ന് പറയുന്നത്. ഇവിടെയും റേഡിയസ് മാറിയിട്ടില്ല. ഇതിൻ്റെ റേഡിയസ് 6, ഇതിൻ്റെ റേഡിയസ് 6 തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം അതിനെ പകുതിയാക്കി മുറിച്ച് കഴിഞ്ഞാൽ ആ ഹെമിസ്ഫിയറിൻ്റെ സർഫസ് ഏരിയ എന്താ 3πr² ആണ് അല്ലേ. അപ്പോൾ അങ്ങനത്തെ 2 എണ്ണം ഉണ്ട്. അപ്പോൾ 6πr² ആയിരിക്കും എന്ത് അവരുടെ രണ്ടുപേരുടെയും കൂടി ടോട്ടൽ സർഫസ് ഏരിയ. അപ്പോൾ 6πr² എന്ന് പറയുമ്പം രണ്ടും πr² പോയി 2:3 എന്ന് ക്യാൻസൽ ചെയ്യുമ്പോൾ എനിക്ക് ആൻസർ കിട്ടി. A1:8 വാല്യൂ കണ്ടുപിടിച്ചു. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. സംഭവം Pയുടെയും Qയുടെയും Rൻ്റെയും വാല്യൂ വന്നിട്ടുണ്ട്. നമ്മുടെ A³ + B³ + C³ - 3ABC ആ ഒരു ഫോർമുല വെച്ചിട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ആ ഒരു ഫോർമുല നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അതിന് കുറച്ചധികം 2-3 ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. അത് എങ്ങനെയൊക്കെ എന്നുള്ളതൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒലിവ് ബോർഡിൻ്റെ തന്നെ മോക്ക് ക്ലാസ്സുകൾ കണ്ടാൽ മതി. അപ്പോൾ ഇതിൽ ഞാൻ ഇത്രേ ചെയ്തോളൂ. സംഭവം ഇത്രേ ഉള്ളൂ. A³ + B³ + C³ - 3ABC എന്ന് പറയുമ്പം അതിൻ്റെ ഫോർമുല നമ്മൾ എഴുതി വരുമ്പം ഫ്രണ്ടിൽ A + B + C ഉണ്ടായിരിക്കും. ഒന്നുകിൽ A + B + C × A² + B² + C² - AB - BC - AC എന്നായിരിക്കും. അല്ലല്ലോ A + B + C / 2 എന്താണ് A - B² + B - C² + C - A². ഈ ഫോർമുലകളിൽ ഏതെങ്കിലുമൊക്കെ ആയിട്ടാണല്ലോ നമ്മൾ സോൾവ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഫ്രണ്ടിൽ ഒരു A + B + C കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അത് ക്യാൻസൽ ചെയ്ത് പോകാൻ പോകണില്ല. അതിനാണെങ്കിൽ ഈ സാധനം ആഡ് ചെയ്യുമ്പം 777, 779, 776 എന്ന് പറയുമ്പം 15, 7, 22, 21, 2, 23, 2332 എന്ന് കിട്ടും. ഇതിൻ്റെ ഈ 2332 ഇൻറ്റു പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ വേറൊരു സാധനം വരും ഈ ഫോർമുല നമ്മൾ ചെയ്യുമ്പം. അപ്പോൾ ഇതിൻ്റെ മൾട്ടിപ്പിൾ ആരെങ്കിലും ഇവിടെ കിടക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ നോക്കുമ്പം 2332ൻ്റെ ഇത് എനിക്ക് തോന്നിയില്ല, 5 ആവില്ല എന്തായാലും. ഇത് ഈവൻ നമ്പറാണ്. സോ ഇതിൽ നോക്കുവാണെങ്കിൽ 4 അവസാനത്തെ നമ്പർ. 4 കിട്ടണമെങ്കിൽ ഒന്നുകിൽ ഞാൻ അവസാനം 2 ഉള്ളതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ 7 ഉള്ളതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കാര്യമുണ്ട് തോന്നില്ല. 7 കൊണ്ട് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 14, 7, 21, 1, 22, 21, 2, 23, 14, 2, 16, 16,324 എനിക്ക് കിട്ടി. ഓപ്ഷൻ C കിട്ടി. അപ്പോൾ എന്തായാലും എൻ്റെ C ആയിരിക്കും എൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഞാനിങ്ങനെയാണ് ചെയ്തത്. ഇനി ഇങ്ങനെ അല്ല നിങ്ങൾക്ക് ചെയ്യണം, നിങ്ങളുടെ ഫോർമുല വെച്ചിട്ട് ചെയ്യാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് കാണിച്ചു തരാം. അത് എന്താണ്, ഞാനിപ്പോൾ ഏത് ഫോർമുല എടുക്കണമെന്ന് നോക്കുകയാണെങ്കിൽ ഏത് ഫോർമുല എടുക്കണേ? A³ + B³ + C³ - 3ABC. ഇതാണല്ലോ നമ്മളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കണേ. വിച്ച് ഈസ് ഈക്വൽ ടു എന്തായിരുന്നു ഫോർമുല ഓർത്തെ? A + B + C / 2 × A - B² + B - C² പ്ലസ് ഞാൻ താഴത്തേക്ക് എഴുതുന്നുണ്ട് A - C². ഇതാണുള്ള ഫോർമുല. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു A + B + എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ എത്രയെന്ന് വരും? ഇപ്പോൾ നമ്മൾ ചെയ്തേ ഉള്ളൂ 2332 എന്ന് വരും. 2332 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു A - B എന്ന് പറയുമ്പോൾ 777 - 779 എന്ന് പറയുമ്പോൾ എത്ര വരും? -2 എന്ന് വരും. -2ൻ്റെ സ്ക്വയർ പ്ലസ് B - C എന്ന് പറയുമ്പോൾ എന്താ 779 നിന്ന് 776 കുറയ്ക്കുമ്പോൾ 3ൻ്റെ സ്ക്വയർ പ്ലസ് A - C എന്ന് പറയുമ്പോഴോ 777 - 776 1 സ്ക്വയർ എന്ന് വരും. ഇതെല്ലാവർക്കും ചെയ്യാമല്ലോ. ഇത് എന്ത് ചെയ്യുക, ക്യാൻസൽ ചെയ്യണമെങ്കിൽ ക്യാൻസൽ ചെയ്യുക. 2332 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഇതെല്ലാം കൂടി ചെയ്യുമ്പോൾ 4, 9, 4, 13, 1, 14 എന്ന് വന്നു. അപ്പോൾ 7 വെച്ച് ക്യാൻസലായി. കണ്ടോ, ഇതേ സംഭവം ഇൻറ്റു ഒരു നമ്പർ എന്നാണ് വന്നത്. അപ്പോൾ അതിനേക്കാളും നല്ലത് മൾട്ടിപ്പിൾ എടുത്ത് ചെയ്യുന്നതല്ലേ. ഇത് ചെയ്താൽ നമുക്ക് എന്തെന്ന് തന്നെ വരും? 16,324. ഓപ്ഷൻ C എന്ന് ആൻസർ കിട്ടി. അപ്പോൾ ഏത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടമുള്ള മെത്തേഡിൽ ചെയ്യാം.
അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ട്രാക്ക്, സർക്കുലർ ട്രാക്ക് ഉണ്ട്, 1240 അതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്. എയും ബിയും ഒരേ പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവർ ഓടാൻ തുടങ്ങുകയാണ്. രണ്ടുപേരും എങ്ങനെയാണ് ഓടുന്നത്? രണ്ടുപേരും സെയിം അല്ല, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഓടുന്നത്. അവരുടെ സ്പീഡ് തന്നിട്ടുണ്ട്, അത് km/hലാണ് അല്ലേ. ഒരാളുടെ 34 മറ്റൊരാളുടെ 66. ക്വസ്റ്റ്യൻ ഇതാണ്, വെൻ വിൽ ദേ മീറ്റ് അഗെയിൻ ഫോർ ദ ഫസ്റ്റ് ടൈം ഓൺ ദ ട്രാക്ക് ഇഫ് ദേ ആർ റണ്ണിങ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ആ ട്രാക്കിൽ ഒരു സർക്കുലർ ട്രാക്ക് ആണെന്നുണ്ടെങ്കിൽ അവർ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഒരാൾ അങ്ങോട്ടാണെങ്കിൽ ഒരാൾ ഇങ്ങോട്ട്. അപ്പോൾ അവരെപ്പോഴായിരിക്കും ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ടാവുക? ഏതെങ്കിലും ഒരു പോയിന്റ് മീറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ ആദ്യമായിട്ട് അവർ എവിടെയായിരിക്കും മീറ്റ് ചെയ്യുന്നുണ്ടാവുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താ ചോദിക്കുന്നത്? സമയമാണ് ചോദിക്കുന്നത് അല്ലേ. സമയം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് ചെയ്യും. ഡിസ്റ്റൻസ് എത്ര? ഇവിടെ ടൈമാണ് കണ്ടുപിടിക്കുന്നത്. ഡിസ്റ്റൻസ് 1240 മീറ്റർ ആണ്. ഏത് സ്പീഡിൽ പോവും? റിലേറ്റീവ് സ്പീഡിൽ പോവും. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് 34 + 66, 6 4 10, 9 1 10, 100 km/hലായിരിക്കും അവർ പോകുന്നത്. km/h നമുക്ക് എന്ത് ചെയ്യണം? m/s മാറ്റണം. കാരണം ആൻസർ സെക്കൻഡിലാണ് കിടക്കുന്നത്. m/s എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം ഇതും ക്യാൻസലായി. വേറെ എന്തെങ്കിലും ക്യാൻസൽ ആവും, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതുക. എത്രയെന്ന് വരും? അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് അല്ലേ. നമുക്ക് കറക്റ്റായിട്ട് ഒരു ആൻസർ കിട്ടാൻ പോകുന്നൊന്നുമില്ല. 2 വെച്ച് ക്യാൻസൽ ചെയ്താൽ 5 62 എന്ന് കിട്ടും. 62 × 18 വേണമെങ്കിൽ 60 എന്ന് എടുക്കുക. 60 × 18/25 ചെയ്യുക. 62 × 18 / 25 എന്ന് പറയുമ്പം അപ്രോക്സിമേറ്റ്ലി 44 പോയിൻറ്റ് സംതിങ് വരും അല്ലേ. 44.64 എന്ന് വരും. എന്നുവെച്ചാൽ അപ്രോക്സിമേറ്റ്ലി വിച്ച് ഇസ് ഈക്വൽ ടു 45 എന്ന് എനിക്ക് പറയാം. 45 സെക്കൻഡ്. അപ്പോൾ അപ്രോക്സിമേഷൻ യൂസ് ചെയ്യുക ഇവിടെ. 62 എന്നുള്ളതാക്കുക. വലിയ അപ്രോക്സിമേഷൻ ചെയ്യാൻ പാടില്ല കേട്ടോ. ഇപ്പോൾ 18 എളുപ്പത്തിന് വേണ്ടിയിട്ട് 18 15 ആക്കി, അല്ലെങ്കിൽ അങ്ങനെ വലിയ നമ്പറൊന്നും ചെയ്യാൻ പാടില്ല, ചെറുതായിട്ട്. അടുത്ത ദിവസം നോക്കാം നമുക്ക്. ട്രയാങ്കിളിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഒരു ട്രയാങ്കിൾ ഉണ്ട് എൻ്റെ കയ്യിൽ. ട്രയാങ്കിളിൻ്റെ PQR എന്നാണ് നമ്മുടെ ട്രയാങ്കിളിൻ്റെ പേര്. അതിൽ S എന്ന് പറയുന്നത് QR ഒരു പോയിന്റ് ആണ്. ആയിക്കോട്ടെ, QSഉം SRഉം തുല്യമാണ്. അതായത് ഈ ലെങ്ത് തന്നെയാണ് ഈ ലെങ്ത്തും. അതായത് S എന്താണ്? മിഡ് പോയിന്റ് ആണ്. അതാണല്ലോ രണ്ടും ഈക്വൽ ആയത്. ഇനി എന്താ പറയുന്നത്? PSൻ്റെ വാല്യൂ, PS ഞാൻ നീട്ടി വരയ്ക്കുകയാണെങ്കിൽ PSൻ്റെ വാല്യൂ 18 ആണ്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് TS ഗിവൺ ദാറ്റ് T ഇസ് ദ സെൻട്രോയിഡ്. സെൻട്രോയിഡ് എവിടെ ആയിരിക്കും? ഈ ലൈനിൽ തന്നെയായിരിക്കും. ഇത് മീഡിയൻ ആണല്ലോ. PS മിഡ് പോയിന്റ്, S മിഡ് പോയിന്റ് ആയതുകൊണ്ട് PS മീഡിയൻ ആയിരിക്കും. അപ്പോൾ അതിൽ തന്നെ ആയിരിക്കും നമ്മുടെ T എന്ന് പറയുന്ന സെൻട്രോയിഡ് ഉണ്ടായിരിക്കുക. ആണെങ്കിൽ ക്വസ്റ്റ്യൻ ഇതാണ്, എന്തിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം? TS എന്ന് പറയുന്നത് ഈ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ് അതിൻ്റെ മീഡിയനിനെ 2:1 എന്ന് പറയുന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും. അത് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. സോ PS ആണ് നമ്മുടെ മീഡിയൻ, T ആണ് അതിൻ്റെ സെൻട്രോയിഡ്. അതായത് ഇത് 2 യൂണിറ്റ് ആണെങ്കിൽ ഇത് 1 യൂണിറ്റ് ആയിരിക്കും. 2:1 എന്നുള്ള യൂണിറ്റിലായിരിക്കും. സോ അതിൻ്റെ ടോട്ടൽ ലെങ്ത് 2 1 രണ്ടും കൂടി കൂട്ടുമ്പോൾ 3 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് 18 എന്ന് എനിക്കറിയാം. അതിനാണെങ്കിൽ TS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 യൂണിറ്റ് ആണ്. അതായത് 6 സെൻറ്റിമീറ്റർ ആയിരിക്കും ആൻസർ. അടുത്തത് സ്ലോപ്പ്. -2 സ്ലോപ്പായിട്ടുള്ള ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ. സ്ലോപ്പ് നമുക്കറിയാം -x/y ആണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ എന്തെന്ന് വരും? 3x എന്ന് പറയുമ്പോൾ -3 ഡിവൈഡഡ് ബൈ ഈ y അങ്ങോട്ട് പോകുമ്പോൾ -1 അല്ലേ. ഇതൊന്നും ക്യാൻസൽ ആകുമ്പോൾ 3 എന്നാണ് വരിക, A അല്ല. രണ്ടാമത്തെ നോക്കിക്കേ, -x/y ചെയ്യും. മൈനസ് സൈൻ ഇട്ടു. എക്സിൻ്റെ കോഫിഷ്യൻ്റ് 2 ആണ്. ഡിവൈഡഡ് ബൈ വൈയുടെ കോഫിഷ്യൻ്റ് 1 ആണ്. -2 കിട്ടി അല്ലേ. ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ ആൻസർ. അടുത്തത് ഒരു റീറ്റെയിലർ ഉണ്ട്. പുള്ളിക്കാരൻ 7500 രൂപയ്ക്ക് കുറച്ച് സാധനങ്ങൾ മേടിച്ചു. അപ്പോൾ ആ സാധനങ്ങളിൽ 10% സാധനം എന്തായിരുന്നു? മാനുഫാക്ചറിങ് ഡിഫക്റ്റ് കാരണം അയാൾക്കതിന് വിൽക്കാൻ പറ്റില്ല, അത് കേട്ടായിരുന്നു. അപ്പോൾ 10% മാറ്റി വെച്ചപ്പോൾ ബാക്കി 90% അയാളുടെ കയ്യിലുണ്ട്. അപ്പോൾ ആ 90%-ന് അയാൾ 30% അയാൾക്ക് അതിൽ ലാഭം വേണം, ടോട്ടൽ ലാഭം വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര രൂപയ്ക്ക് ആ സാധനം വിൽക്കണമെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഞാനിങ്ങനെ ചെയ്യുന്നുള്ളൂ. 100 സാധനം എൻ്റെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. 100ൽ 10 എണ്ണം കേട്ടായി പോയി, 10% പോയി. ബാക്കി എൻ്റെ കയ്യിൽ 90 എണ്ണം ഉണ്ട്. ഈ 90 എണ്ണത്തിലാണ് എനിക്ക് എന്ത് വേണ്ടത്? 30% ലാഭം വേണ്ടത്. അപ്പോൾ അതിന് എത്ര വിൽക്കണം? 30% ലാഭം എന്ന് പറയുമ്പം എങ്ങനെയായിരിക്കും? 13/10 അല്ലേ. അതിൻ്റെ ഇത്രയും ഇതായിരിക്കുമല്ലോ അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പം 0 ക്യാൻസൽ ആകുമ്പോൾ 117 രൂപയായിരിക്കും അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഞാൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? 100 സാധനം മേടിച്ചു. 100 എൻ്റെ കോസ്റ്റ് പ്രൈസ്. അതിൽ 10 പോയി, ബാക്കി 90. 90ൽ 30 ലാഭം. അപ്പോൾ ഇത്രയും വിൽക്കണം എന്ന് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇതാണ് എൻ്റെ കോസ്റ്റ് പ്രൈസ് ഞാൻ അസ്യൂം ചെയ്തത്. പക്ഷേ ശരിക്കുള്ള കോസ്റ്റ് പ്രൈസ് 7500. അതായത് ഒരു 75 കൊണ്ട് ഞാൻ കോസ്റ്റ് പ്രൈസിനെ മൾട്ടിപ്ലൈ ചെയ്താലേ റിയൽ വാല്യൂയിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതിനാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് 117 അല്ലേ. 117 × 75 ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ബാക്കിയുള്ള സാധനം എത്ര പൈസയ്ക്ക് വിൽക്കണമെന്നുള്ളത് എനിക്ക് കിട്ടും. അപ്പോൾ ഇത് ചെയ്താൽ മതി. 9 ഇതിന് വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്തിട്ട് കാര്യമില്ല. 117 × 75 ചെയ്യുമ്പം 7 35 5ൽ അവസാനിക്കുന്ന നമ്പർ ആയിരിക്കും. നോക്കുക.
14, 19, 8, 27, 8 2 10, 5 15. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് തന്നെ നോക്കുക. എത്രയാണ് ആൻസർ വരും? 8775 വരും അല്ലേ? 8775 ആൻസർ കിട്ടും. അടുത്ത നോക്കാം, നമുക്ക് നോക്കിക്കേ. എക്സിൻ്റെ വാല്യൂ 19 + 2 √84. റൂട്ട് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ എപ്പോഴും ഇത് പ്ലസ് ആണ്, ഇവിടെ ഈക്വൽ ടു അല്ല, പ്ലസ് എന്നാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതെപ്പോഴും നമുക്ക് a + b² എന്ന് പറയുന്ന രീതിയിൽ എഴുതാൻ പറ്റും. അങ്ങനെയുള്ളത് അവർ തരുവുള്ളൂ. ഓപ്ഷൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ a + b² നമുക്കറിയാം എന്താണ് എൻ്റെ എക്സ്പാൻഷൻ. a² + b² + 2ab ആണ്. നമ്മൾ 2ab എന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ കണ്ട 2√84 എന്നാണ്, അത് 2ab ആയിരിക്കുമല്ലോ. അപ്പോൾ അതിന് ഞാൻ എക്സ്പാൻഡ് ചെയ്യുക. 2ന് അങ്ങനെ തന്നെ നിർത്തി. ഇനി എനിക്ക് എയും ബിയും കിട്ടണം. അപ്പോൾ √84 എന്ന് പറയുമ്പം അത് 7ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് കാണുന്നുണ്ട്. 7 × 12 ആണ്. അങ്ങനെയാണെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് √7 × 12 എന്ന് എഴുതാം എനിക്ക്. അതായത് 2ab എന്നുള്ള ഫോർമാറ്റിൽ എഴുതുമ്പോൾ 2 × √7 × √12 എന്ന് എനിക്ക് എഴുതാം. 2ab എന്നുള്ള ഫോർമാറ്റ് ആയിപ്പോൾ അത് അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി ഉറപ്പ് വരുത്തിയാൽ എനിക്ക് ഇതിൻ്റെ എക്സ്പാൻഷൻ കിട്ടും. എന്ത്? ഇത് എയും ഇത് ബിയും ആണെങ്കിൽ a² + b² ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? 19 കിട്ടുന്നുണ്ടോ നോക്ക്. ശരിയാണല്ലേ? a² + b² ചെയ്യുമ്പോൾ എന്തെന്ന് വരും? √7ൻ്റെ സ്ക്വയർ 7, √12ൻ്റെ സ്ക്വയർ 12, അതായത് 19 എന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? x = എങ്ങനെ എഴുതാം? √7 + √12ൻ്റെ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അതിനെ എക്സ്പാൻഡ് ചെയ്ത് വന്നാലും ഈ സാധനം തന്നെ കിട്ടുക. അപ്പോൾ ഇതിൻ്റെ റൂട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? റൂട്ടും സ്ക്വയറും ക്യാൻസലായിട്ട് ആൻസർ √7 + 12, ഓപ്ഷൻ ഡി എന്ന് ആൻസർ കിട്ടും. അടുത്തത് HCF ഫണ്ട് എടുക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അപ്പം എന്ത് ചെയ്യണം? തന്നിരിക്കുന്നതിനെ എല്ലാത്തിലും കോമൺ ആയിട്ടുള്ളതിൻ്റെ ബേസ് എഴുതിയിട്ട് അതിൽ ഏറ്റവും ചെറിയ പവർ എടുത്ത് എഴുതണം. അപ്പോൾ 2 ഞാൻ എടുക്കുന്നത്, 2 ഞാൻ എല്ലാവിടെയും കാണുന്നുണ്ട്. ഞാനൊരു റെഡ് കൊണ്ട് മാർക്ക് ചെയ്യാം. 2 ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. അപ്പോൾ 2ൻ്റെ പവർ ചെറുതെടുക്കണം. ഇവിടെ 4 ആണ്, 3 ആണ്, 3 ആണ്. സോ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ചെറുത് ഏതാ? 3 ആണല്ലേ? എല്ലാത്തിലും ഒരുപോലെ ഉള്ളത് 3 ആണ്. അപ്പോൾ ആൻസർ 2³ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം തന്നെ ആൻസർ കിട്ടി. എന്നാലും നമുക്ക് ഡൗട്ടിൽ നമ്മൾ ഒന്നും കൂടി ചെയ്തു നോക്കും. 3ൻ്റെ പവറിലേക്ക് പോകാം നമുക്ക്. 3ൻ്റെ പവർ ഇവിടെ 5 ആണ്, ഇവിടെ 4 ആണ്, ഇവിടെ 3 ആണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ്? 3 അല്ലേ വരുള്ളൂ, ഓപ്ഷനിൽ 3⁻7 അല്ലേ കിടക്കണേന്ന്. അപ്പോൾ അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഒരു 9 തന്നിട്ടുണ്ട് അവർ, കണ്ടോ? 9നെ എനിക്ക് 3² എന്ന് എഴുതാം. അപ്പോൾ 3/5ഉം 3² കൂടി ആഡ് ആകുമ്പം 3/7 എന്നായി. അടുത്ത കേസിൽ ഇവിടെ 3/4 ഉണ്ട്, ഇവിടെ 9² ഉണ്ട്. 9² എനിക്ക് എങ്ങനെ എഴുതാം? 3² ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അതായത് 3/4ഉം 3/4ഉം 3/8 എന്ന് എഴുതാം. ഇവിടെ നമുക്ക് 3³ ഉണ്ട്, ഇവിടെ 9³ ഉള്ളത്. 9³ 3² ഹോൾ ക്യൂബ് എന്ന് എഴുതാൻ പറ്റുമല്ലോ. അപ്പം ടോട്ടൽ 3³ 3/6 ആകുമ്പം 3/9. മനസ്സിലായോ? അപ്പം 9 അവിടെ തന്നിട്ടുണ്ട്, നമ്മളത് പെട്ടെന്ന് നോക്കാതെ പോവും. ഇനി നോക്ക്, ഇനി ഇതിൽ ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ളത് ഏതാ? 3/7, 3/8, 3/9. അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ചെറിയ പവർ എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ ശരിയായല്ലോ, ഓപ്ഷൻ ബി. അത് ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെയൊക്കെ തരും. 2 ആണെങ്കിലും 4ൻ്റെ പവറായിട്ടും 8ൻ്റെ അങ്ങനെയൊക്കെ തരും, 8ൻ്റെ പവറായിട്ടൊക്കെ തരും. അടുത്തത് പ്രോബബിലിറ്റിയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രശാന്ത്, കമർ, രജത്ത് രണ്ടുപേരും ഒരു സംഭവം, ഒരു പണി തീർക്കാനുള്ള അവരുടെ പ്രോബബിലിറ്റിയാണ് 1/2, 1/3, 2/3. നമുക്ക് എന്താ വേണ്ടത്? അറ്റ്ലീസ്റ്റ് 2 പേരെങ്കിലും പണി തീർക്കണം. അറ്റ്ലീസ്റ്റ് 2 പേര്, അതായത് 2 പേരെന്തായാലും തീർക്കണം. മൂന്നാമത്തെ ആൾക്ക് തീർക്കാതിരിക്കാം. അതാണ് സംഭവം. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെ പറയും? അപ്പോൾ അത് എങ്ങനെയൊക്കെ ചെയ്യാം? എനിക്ക് ഒന്നുകിൽ പിയും ക്യൂവും ചെയ്യുക. അപ്പോൾ 2 പേര് ചെയ്തു, 6 ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ക്യൂവും 6ഉം ചെയ്യുന്നു, പി ചെയ്യുന്നില്ല. അല്ലെങ്കിലോ പിയും 6ഉം ചെയ്യുന്നു, ആര് ചെയ്യുന്നില്ല? ക്യൂ ചെയ്യുന്നില്ല. അപ്പോഴൊക്കെ 2 പേര് ചെയ്യുന്നുണ്ട്. ഇനിയോ വേണമെങ്കിൽ പിയും ക്യൂവും 6ഉം ചെയ്യാം. 3 പേരും ചെയ്താലും 2 പേര് ചെയ്യണമെന്നുള്ളത് സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ ഈ 4 കണ്ടീഷനാണ് എനിക്കുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി എങ്ങനെ ഞാൻ ചെയ്യും? പി ചെയ്യാനുള്ളത് 1/2, ഫസ്റ്റ് കണ്ടീഷനാണ് ഞാൻ പറയുന്നത്. പി ചെയ്യുന്നു 1/2, ക്യൂ ചെയ്യാനുള്ളത് 1/3. അടുത്തത് 6 ചെയ്യരുത്. 6 ചെയ്യാനുള്ളത് 2/3 ആണ്. അപ്പോൾ ചെയ്യാതിരിക്കുന്നതോ 1 - 2/3. ടോട്ടൽ പ്രോബബിലിറ്റി ചെയ്യുന്നതും ചെയ്യാത്തതും കൂടി കൂട്ടുമ്പോൾ ടോട്ടൽ പ്രോബബിലിറ്റി 1 ആയിരിക്കും. അപ്പോൾ 6 ചെയ്യുന്നത് 2/3 ആണെങ്കിൽ ചെയ്യാത്ത എത്ര ആയിരിക്കും? 1/3 ആയിരിക്കും. പ്ലസ് അടുത്ത കേസ് ക്യൂ ചെയ്യുന്നത് 1/3, 6 ചെയ്യുന്നത് 2/3. അപ്പോൾ പി ചെയ്യാതിരിക്കുന്നതോ 1/2, 1 - 1/2, 1/2 തന്നെ വരും. പ്ലസ് അടിയിൽ എഴുതുന്നുണ്ട് ഞാൻ. പി ചെയ്യുന്നത് 1/2 ആണ്, 6 ചെയ്യുന്നത് 2/3 ആണ്. അപ്പോൾ ക്യൂ ചെയ്യാതിരിക്കുന്നതോ 1 - 1/3 ചെയ്യുമ്പോൾ 2/3. ഓക്കെ. പ്ലസ് അടുത്തതിൽ 3 പേരും ചെയ്യണം. 1/2 × 1/3 × 2/3. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ചെയ്യുക 1/6 × 3 = 18
പ്ലസ് അടുത്തത് 2 ക്യാൻസൽ ചെയ്യാലോ, 1/9 പ്ലസ് 2 ക്യാൻസലായി 2/9 പ്ലസ് അടുത്തതിലോ ഈ രണ്ടും ക്യാൻസലായി 1/9. ഇനി നിങ്ങൾ ചെയ്യുക. 9 എന്ന് പറയുമ്പം 2 1 3 1 4 തെറ്റിയിട്ടൊന്നുമില്ലല്ലോ അല്ലേ. 2/9 2/3 ചെയ്ത് നോക്കാം. 1/18 പ്ലസ് 4/9 എന്ന് വരും. 2 8 1 9 9/18 എന്ന് വരും. അതായത് ക്യാൻസൽ ചെയ്യുമ്പോൾ 1/2 എന്ന് വരും അല്ലേ. 1/2 ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ആൻസർ. ഇത്രേ ഉള്ളൂ. അടുത്ത ദിവസം നോക്കാം നമുക്ക്. ഓക്കെ, ഇതൊന്നും പേൻ എടുക്കാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഫോർത്ത് പ്രൊപ്പോർഷനിലാണ് ചോദിച്ചത്. ഫോർത്ത് പ്രൊപ്പോർഷൻ കിട്ടാൻ 100ലേക്ക് എത്ര ആഡ് ചെയ്യണമെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഫോർത്ത് പ്രൊപ്പോർഷൻ എന്തായിരിക്കും? BC/A ആണ് അല്ലേ. അപ്പം 13 × 55 ഡിവൈഡഡ് ബൈ 11 എന്ന് പറയുമ്പം 5 വെച്ച് ക്യാൻസൽ ചെയ്തു. 65 ആയിരിക്കും എൻ്റെ ഫോർത്ത് പ്രൊപ്പോർഷണൽ. ഇത് കിട്ടാൻ 100 വാട്ട് ക്യാൻ ബി ആഡഡ് ടു ദ ഈ ഫോർത്ത് പ്രൊപ്പോർഷനിലേക്ക് എന്ത് ആഡ് ചെയ്താൽ 100 കിട്ടും? എന്ത് ആഡ് ചെയ്യണം? 35 ആഡ് ചെയ്താൽ 100 കിട്ടും. ഓപ്ഷൻ ഡി. അടുത്തത് നോക്കിക്കേ, പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ക്വസ്റ്റ്യൻ ആണ്. അതായത് എ മാൻ ഏൺസ് എ പ്രോഫിറ്റ് ഓഫ് 30% ബൈ സെല്ലിംഗ് എ ഫോൺ ഫോർ എ സർട്ടൻ പ്രൈസ്. ഇഫ് യു സെൽസ് ദാറ്റ് ഫോൺ അറ്റ് 3 times ഓഫ് ദ സെല്ലിംഗ് പ്രൈസ്, ദെൻ വാട്ട് വിൽ ബി ദി പ്രോഫിറ്റ് പെർസെൻറ്റേജ്? ഇത്രയുള്ള സംഭവം. ഒരു വസ്തു 100 CP ഉള്ള 100 രൂപ CP ഉള്ള ഒരു സാധനം 30% പ്രോഫിറ്റിൽ വിറ്റു എന്ന് പറയുമ്പം 130 രൂപയ്ക്ക് വിറ്റു. ഇനി എന്ത് ചെയ്തു? അതേ ഫോണിനെ സെല്ലിംഗ് പ്രൈസിൻ്റെ 3 ഇരട്ടിക്ക് വിറ്റു. അപ്പോൾ 130ൻ്റെ 3 ഇരട്ടി എന്ന് പറയുമ്പോൾ 390-നായിരിക്കും സെക്കൻഡ് കേസിൽ വിറ്റിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ എന്താണ് പ്രോഫിറ്റ്? CP 100 ആണ്, 390-നാണ് വിറ്റത്, 290ൻ്റെ ലാഭം, 290%. ഓപ്ഷൻ ബി. അടുത്ത് നോക്കടാ. A and B സ്റ്റാർട്ടഡ് എ ബിസിനസ് ബൈ, നമ്മുടെ പാർട്ട്ണർഷിപ്പിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. Aയും Bയും ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത പൈസ 0 ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. 45:64 അവരുടെ പൈസ കിടക്കുന്നത്, ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അവസാനം അവർക്ക് കിട്ടിയ പ്രോഫിറ്റാണ് 10,028 രൂപ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ബിയുടെ ഷെയറാണ് ചോദിക്കണം. ബിയുടെ ഷെയർ എന്ന് പറയുമ്പോൾ 64, 8ൻ്റെ മൾട്ടിപ്പിൾ നോക്കുവാണെങ്കിൽ ഏകദേശം എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നില്ല, കുഴപ്പമില്ല. അപ്പോൾ നമുക്കറിയാം ഇതേ റേഷ്യോയിലായിരിക്കും അവർ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ടോട്ടൽ പ്രോഫിറ്റ് ഈക്വൽ ആക്കുവാണെങ്കിൽ 5 4 9, 6 4 10, 150 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് 10,028. അതിനാണെങ്കിൽ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 150 വെച്ചിട്ട് ക്യാൻസൽ ചെയ്യുമ്പം എത്രയെന്ന് വരും? 9 തവണ എന്ന് വരും. 981 എന്ന് വരും അല്ലേ. 9 പിന്നെ 2 എന്നും വരും, 92. 10,028. അപ്പോൾ ഒരു യൂണിറ്റ് 92 രൂപയാണെങ്കിൽ 64 യൂണിറ്റാണ് ചോദിച്ചത്. 92 × 64, ലാസ്റ്റ് 8 വരണം. ഓപ്ഷൻ ബി, 5,888. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കണോ? അടുത്ത് നോക്കട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 ലൈനിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതിൽ സൊല്യൂഷൻ ഉണ്ടാവരുത്, നോ സൊല്യൂഷൻ. നോ സൊല്യൂഷൻ എപ്പോഴാവുക? രണ്ടുപേരും പാരലൽ ആവുമ്പോൾ. പാരലൽ എപ്പോഴാവുക? X കോയിഫിഷ്യൻറ്റും Y കോയിഫിഷ്യൻറ്റും ഈക്വൽ ആവണം, പക്ഷേ കോൺസ്റ്റൻറ്റ് ടേം ഈക്വൽ ആവരുത്. അപ്പോൾ എക്സ് ഒന്നാമത്തേതിൽ നോ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും പാരലൽ ആയിരിക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് ഇവിടെ 7 ആണ്. ഇവിടെ എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് എന്താ? ചാടിക്കയറി K എന്ന് എഴുതരുത്, അത് വൈയുടെ ആണ്, ശ്രദ്ധിക്കണം. 28 വിച്ച് ഇസ് ഈക്വൽ ടു വൈയുടെ കോയിഫിഷ്യൻറ്റ് എന്താ? 4 ആണ്. നെക്സ്റ്റ് കേസിൽ വൈയുടെ കോയിഫിഷ്യൻറ്റ് K ആണ് അല്ലേ. അത് ഈക്വൽ ആക്കുമ്പം 4 K ഇസ് ഈക്വൽ ടു 16 എന്ന് കിട്ടും. അതേ നമ്മളോട് ചോദിച്ചുള്ളൂ. ഓപ്ഷൻ ഡി. അടുത്തത് ഇതൊക്കെ വലിയ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 28 × cos³ π/3. cos π/3യുടെ വാല്യൂ എത്രയാണ്? 1/2. 1/2ൻ്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ 1/8 മൈനസ് 21 × cos π/3 എന്ന് പറയുമ്പോൾ 1/2. ഓക്കെ ആണല്ലോ. 4 വെച്ച് ക്യാൻസൽ ചെയ്തോ? 7. 7/2 മൈനസ് 21/2, അതായത് മൈനസ് 14/2 എന്ന് വരും, അതായത് -7. ഓപ്ഷൻ എ. അടുത്തത് ഈ തന്നിരിക്കുന്ന നമ്പർ, ഇതിൻ്റെ സമ്മ് എന്ത് നമ്പറുമായിട്ട് ഡിവിസിബിൾ ആവുന്നുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ മുകളിൽ പവർ നോക്കുവാണെങ്കിൽ അടുത്തടുത്ത നമ്പറാണ് അല്ലേ. 45 46 47 48 എന്നാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? എല്ലാത്തിൽ നിന്നും 45ന് കോമൺ ആക്കി എടുക്കണം. 3⁻45 ഞാൻ എല്ലാത്തിൽ നിന്നും കോമൺ ആക്കി എടുത്താൽ ഉള്ളിൽ ഒരു 1 വരും ആദ്യം. 1 × 3⁻45 3⁻45. അടുത്തതിലോ 3⁻46 എനിക്ക് എങ്ങനെ എഴുതാം? 3 × 3⁻45 എന്ന് എഴുതാം. അപ്പോൾ ഇതിനെ കോമൺ ആക്കി എടുത്ത് ഒരു 3 അവിടെ നിന്ന് വരും. 47നെ എങ്ങനെ എനിക്ക് എഴുതാം? 3² × 3⁻45 എന്ന് എഴുതാം. അപ്പോൾ 45 2 47 ആയി. അപ്പോൾ ഇവിടെ ഒരു 3² വന്നു. അടുത്ത കേസിൽ ഒരു 3³ വന്നു. അടുത്ത കേസിൽ ഒരു 3⁻4 വന്നു. അപ്പോൾ 3⁻45 ഇൻറ്റു ഇത് ചെയ്തെടുക്ക്. 1 + 3 + 9 + 27 + 81 വിച്ച് ഇസ് ഈക്വൽ ടു 3⁻45 7 1 8 17 4 21 1 2
2 4 8 4 12 121. 3⁻45 ഇൻറ്റു 121 എന്ന് വന്നു. അപ്പോൾ എന്തായാലും ഇവരുടെ സമ്മ് 121 ഡിവിസിബിൾ ആയിരിക്കും എന്ന് പറഞ്ഞാൽ 121 ആരാ 11ൻ്റെ സ്ക്വയർ അത് അല്ലേ. അപ്പോൾ ഓപ്ഷൻ സി 11. അടുത്ത ദിവസം നോക്കിക്കേ. എ മാൻ ഗേവ്സ് 3 പാർട്സ് ഓഫ് ഹിസ് മണി ടു ഹിസ് ഡോട്ടർ. ഡോട്ടറിനും സണ്ണിനും വീതിച്ചു കൊടുക്കുന്നതിൻ്റെ റേഷ്യോ ആണ് 3 പാർട്ട് ഡോട്ടറിന് കൊടുത്തു കഴിഞ്ഞാൽ 5 പാർട്ട് സണ്ണിന് കൊടുക്കും. എന്ത് ഇമ്പാർഷ്യലാണല്ലേ, ഡോട്ടറിന് കുറച്ച് കൊടുത്തുള്ളൂ. പക്ഷേ ഇറ്റ്സ് ഓക്കെ, ഇത് കണക്കല്ലേ. 3:5. ഇനി എന്താണ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് ഹിസ് മണി ടു ഹിസ് ഡോട്ടർ. ഇവരുടെ പെർസെൻറ്റേജ് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ടോട്ടലിൽ എത്ര പെർസെൻറ്റേജ് ആണ് ഈ പറയുന്ന ഡോട്ടറിന് കിട്ടുന്നത്. ടോട്ടൽ എത്ര, രണ്ടും കൂടി കൂട്ടുമ്പോൾ 8 യൂണിറ്റാണ്. ആ 8 യൂണിറ്റിൽ 3 യൂണിറ്റ് ഡോട്ടറിന് കിട്ടുന്നുണ്ട്. അതിനെ പെർസെൻറ്റേജ് ആക്കുമ്പോൾ എത്രയെന്ന് വരും? 1/8 നമുക്കറിയാം എത്രയാണ്, 12.5 ആണ് അല്ലേ. 1/8 ഫ്രാക്ഷൻ്റെ പെർസെൻറ്റേജ് എന്താ കറസ്പോണ്ടിങ് 12.5 ആണ്. 3/8 എന്ന് പറയുമ്പോൾ എന്ത് വരണം, 3/8 പറയുമ്പോൾ ഇൻറ്റു 3 ചെയ്യും. അപ്പം 36 1.5 37.5. ഡോട്ടറിന് 37.5 എന്ന് പറയുമ്പം ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ആൻസർ. അടുത്ത നോക്കിക്കേ. അപ്രോക്സിമേറ്റ് സ്റ്റാൻഡേർഡ് ഡിവിഷൻ കണ്ടുപിടിക്കണം. സ്റ്റാൻഡേർഡ് ഡിവിഷൻ എങ്ങനെ കണ്ടുപിടിക്കും? SD സ്റ്റാൻഡേർഡ് ഡിവിഷൻ ഈസ് ഈക്വൽ ടു സം ഓഫ് x മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ n ചെയ്യേണ്ടി വരും. എക്സ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീൻ ആവറേജ്, എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഒബ്സർവേഷനും, n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ. അപ്പം നമുക്ക് ചെയ്യാം. ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആദ്യം നമ്മൾ അതിൻ്റെ മീൻ കണ്ടുപിടിക്കാം. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡിവിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് എന്ത് ചെയ്യണം, ആവറേജ് കണ്ടുപിടിക്കാം. കൂട്ടുമ്പോൾ തന്നെ 5 4 9 12 19 20 4 6 9 10 16 2 18 180 സമ്മ് കിട്ടി. 5 നമ്പർ ഉണ്ട്. സോ ഇവരുടെ ആവറേജ് അഥവാ എക്സ് ബാറിൻ്റെ വാല്യൂ എത്രയാണെന്ന് കിട്ടി? 180/36 എന്ന് വരും അല്ലേ, 36 എന്ന് കിട്ടി. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 36 ഓരോ നമ്പറിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്വയർ എടുക്കണം. ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് 36 - 21 ചെയ്യുന്ന സമയത്ത് എന്തെന്ന് വരും? 15 എന്ന് വരും. 15ൻ്റെ സ്ക്വയർ 225. നെക്സ്റ്റ് 67 - 36 ചെയ്യുമ്പോൾ 31 എന്ന് വരും. 31ൻ്റെ സ്ക്വയർ 961. അടുത്തത് 36 13 മൈനസ് ചെയ്യുമ്പോൾ എത്രയാണെന്ന് വരും? 23. 23ൻ്റെ സ്ക്വയർ 529. നെക്സ്റ്റ് 34 36 2 ഡിഫറൻസ് 4 ആയിരിക്കും അതിൻ്റെ സ്ക്വയർ. 45 36 എന്ന് പറയുമ്പം 9 വരും. 9ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പം 81 എന്ന് വരും. ഇതെല്ലാം കൂടി സം ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ n എത്ര നമ്പർ ഉണ്ട്? 5 ഉണ്ട് അല്ലേ. കൂട്ടിക്കോ. 5 14 15 20 2 10 12 18 2 20 2 5 2 7 16 2 18 1800 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുമ്പോൾ എത്രയാണെന്ന് വന്നു? 360 എന്ന് വരുന്നു. അപ്പോൾ ഇത് കിട്ടി. ഇനി എനിക്ക് എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് ഡിവിഷൻ ആണല്ലേ. സ്റ്റാൻഡേർഡ് ഡിവിഷൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ റൂട്ട് എടുക്കണം. SD is equal to എന്തായിരിക്കും? √360. √360 പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 19, കാരണം 361 19ൻ്റെ സ്ക്വയർ. സോ ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ ആൻസർ. അടുത്തത് 2 പോളുണ്ട്. 2 പോള് 15ഉം 30ഉം. ഇവർക്ക് ഇടയിലുള്ള ദൂരം തന്നിട്ടുണ്ടോ? ഡിസ്റ്റൻസ് രണ്ടുപേരുടെ ഇടയിലുള്ളത് 36 മീറ്റർ ആണ്. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ടോപ്പുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇത് 36 ആണെങ്കിൽ ഇതും 36 ആയിരിക്കും. ഇത് 15, ഇത് ടോട്ടൽ 30. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? 15 ആയിരിക്കും. ഇതിൻ്റെ ഹൈപ്പോട്ടനസ്, ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. 2 സൈഡ് കിട്ടി. ഇതിൻ്റെ ഹൈപ്പോട്ടനസ് കണ്ടുപിടിക്കണം. അപ്പോൾ 15 36 എനിക്ക് കാണുമ്പോൾ തന്നെ അത് 3 ലൈക്ക് ഒരു ട്രിപ്പിളറ്റിനെയാണ് ഓർമ്മ വരുന്നത്. ഏത് ട്രിപ്പിളറ്റ് അത്? 5 12 13 എന്ന് പറയുന്ന ട്രിപ്പിളറ്റ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും 15 36 അല്ലേ, ഇതിലെവിടെയാണ് 5 12 അല്ലേ? എന്ത് ചെയ്യുക? എല്ലാത്തിനും ഒന്ന് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എന്ത് വരും? 3 5 15 12 3 36 13 3 39. ഇപ്പോൾ ശരിയായില്ലേ? 15 വന്നു, 36 വന്നു. ഹൈപ്പോട്ടനസ് എന്തായാലും എന്തായിരിക്കും? 39 ആയിരിക്കും. ഓപ്ഷൻ ഡി. ഓക്കെ ആണല്ലോ. അടുത്തത് പി സ്പീക്സ് ദ ട്രൂത്ത് 5 out of 12 ടൈംസ്. പി സത്യം പറയുന്നത് എത്ര തവണയാ? 12ൽ 5 തവണയാണ്. ക്യൂ സത്യം പറയുന്നത് 21ൽ 8 തവണയാണ്. രണ്ടുപേരും പരസ്പരം കോൺട്രഡിക്റ്റ് ചെയ്യുന്ന പ്രോബബിലിറ്റിയെ ചോദിക്കണം. കോൺട്രഡിക്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ സത്യം പറയുമ്പോൾ മറ്റേ ആൾ നുണ പറയണം, ഒരാൾ നുണ പറയുമ്പോൾ മറ്റേ ആൾ സത്യം പറയണം, അത്രേ ഉള്ളൂ. അപ്പോൾ പി സത്യം പറയും, ഇതൊക്കെ രണ്ടുപേരുടെയും ട്രൂത്ത് പറയാനുള്ളതാണ്, സത്യം പറയുന്നതാണ്. അപ്പോൾ പി സത്യം പറയുന്നത് 5/12. പി സത്യം പറയുമ്പോൾ മറ്റേ ആൾ നുണ പറയണം. അപ്പോൾ സത്യം പറയണത് 8/21 ആണെങ്കിൽ നുണ പറയണത് എത്രയായിരിക്കും? നുണ പറയുന്നത് ഇതിന്ന് മൈനസ് ചെയ്യുക. 21 - 8 എന്ന് പറയുമ്പം പിയും ക്യൂവും നുണ പറയാനുള്ളത് എഴുതി വയ്ക്കാം. പി നുണ പറയാനുള്ളത് എന്തായിരിക്കും? 1 - 5/12 എന്ന് പറയുമ്പോൾ 7/12. ക്യൂ നുണ പറയണത് എന്താ? 21 - 8/21 എന്ന് പറയുമ്പോൾ 13/21 ആയിരിക്കും. ഇത് രണ്ടുപേരും നുണ പറയാനുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ പി ആദ്യം സത്യം പറഞ്ഞു, അപ്പോൾ ക്യൂ നുണ പറയണം, 13/21. പ്ലസ് അടുത്തതിൽ ക്യൂ സത്യം പറയുക 8/21, അപ്പോൾ പി നുണ പറയണം, പി 7/21 നുണ പറയും.
അപ്പോൾ ഇതിൻ്റെ LCM 12, 20, 21 എന്ന് പറയുമ്പോൾ 240 12 252 എന്ന് വരും. മുകളിൽ എന്ത് വരും? 252 ആണല്ലേ. 65 56, 65 + 56 എന്ന് പറയുമ്പം 6 5 11 11 1 12, 121/252. ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ക്വസ്റ്റൻ ആണ്. ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്. പി എന്ന് പറയുന്ന ഒരു പൈസ ഉണ്ടെന്ന് വിചാരിക്കുക. അത് 5 വർഷത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. അതിൻ്റെ റേറ്റ് പെർസെൻറ്റേജ് അറിയില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയത് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 3/8 ഓഫ് ദ സം ആണ്. 3/8 ഓഫ് പി ആണ്. പി പോട്ടെ, ഇത് 20 തവണ പോയി. 4 വെച്ച് ക്യാൻസൽ ചെയ്യും. 2 5 എന്ന് വന്നു. 6ൻ്റെ വാല്യൂ എത്ര വന്നു? 5 അങ്ങോട്ട് പോകുമ്പോൾ 3 × 5 15, താഴത്തൊരു 2 ഉണ്ട്. അതായത് 7.5% ആയിരിക്കും നമ്മുടെ റേറ്റ് പെർസെൻറ്റേജ്. അടുത്ത ദിവസം നോക്കിക്കേ, 2 വെസലുണ്ട്, എയും ബിയും, സ്പിരിറ്റും വാട്ടറും ആണ് അതിലുള്ളത്. എ സ്പിരിറ്റ് ഈസ് ടു വാട്ടറിൻ്റെ റേഷ്യോ 3:5 ആണ്. നെക്സ്റ്റ് ബിയിലുള്ള സ്പിരിറ്റ് ഈസ് ടു വാട്ടറിൻ്റെ റേഷ്യോ 4:17 ആണ്. ഇതെന്താ? എയിൽ ടോട്ടൽ 27 ലിറ്റർ സ്പിരിറ്റ് ഉണ്ട്. എയിൽ ടോട്ടൽ 3 യൂണിറ്റ് സ്പിരിറ്റ്, അതിൻ്റെ ശരിക്കുള്ള വാല്യൂ 27 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 യൂണിറ്റ് 27 ആയി കഴിഞ്ഞാൽ 1 യൂണിറ്റ് 9 ആണ്. അപ്പോൾ എത്ര വാട്ടർ ഉണ്ട്? 45 വാട്ടർ അല്ലേ? 9 കൊണ്ട് മൾട്ടിപ്ലൈ 27 സ്പിരിറ്റ് എന്ന് കിട്ടി. ഇതെന്താ പറയുന്നത്? എയിലും ബിയിലുള്ള ടോട്ടൽ വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കണം. ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, എയിലും ബിയിലും കൂടി ടോട്ടൽ സ്പിരിറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ 43 കിട്ടും. എയിലെ സ്പിരിറ്റ് 27 ലിറ്റർ ആണെന്ന് ഓൾറെഡി കിട്ടി. അപ്പോൾ ബിയിലെ സ്പിരിറ്റ് എത്രയായിരിക്കും? ടോട്ടൽ 43 ആണെങ്കിൽ 43 - 27 എന്ന് പറയുമ്പോൾ 16 എന്ന് വരും. അപ്പോൾ 4 യൂണിറ്റ് ആണല്ലോ ബിയിലുള്ള സ്പിരിറ്റ്. 4 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് 16 ലിറ്റർ. 1 യൂണിറ്റിൻ്റെ വാല്യൂ 4 ലിറ്റർ ആയിരിക്കും. അപ്പോൾ ഇത് 16 ലിറ്റർ, ഇതോ 17 × 4 ചെയ്യുമ്പോൾ 68 ലിറ്റർ വാട്ടർ ഉണ്ടെന്ന് കിട്ടി. അപ്പോൾ ഇതിൽ 45, ഇതിൽ 68 ലിറ്റർ, രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്ര എന്ന് വരും? 113 എന്ന് വരും. 45 + 68, വാട്ടർ ടോട്ടൽ 113 ലിറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ടോട്ടൽ നമ്പേഴ്സ് ബിറ്റ്വീൻ. എത്ര നമ്പർ ഉണ്ടെന്നാ? 13ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 169നും 111നും എത്ര നമ്പർ ഉണ്ടെന്നാ. അപ്പോൾ എങ്ങനെ ചോദിക്കും? ഇൻക്ലൂഡിങ്, രണ്ടുപേരും ഇൻക്ലൂഡും ചെയ്യണം അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? രണ്ടിൻ്റെയും ഡിഫറൻസ് എടുക്കുക, +1 ചെയ്യുക. 169 + 111 എന്ന് പറയുമ്പോൾ എത്ര എന്ന് വരും? 58 എന്ന് വരും. +1 ചെയ്യുമ്പോൾ 59. ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ദിവസത്തിലേക്ക് നമുക്ക് ഒരു തീറമാണ് ചോദിക്കുന്നത്. തീറത്തിൻ്റെ പേരാണ് ഏതൊരു സർക്കിളിലും ആംഗിൾ ബിറ്റ്വീൻ ദ കോഡ് ആൻഡ് ടാൻജന്റ് ത്രൂ വൺ ഓഫ് ദി എൻഡ് ഓഫ് ദി കോഡ് ഈസ് ഈക്വൽ ടു ദി ആംഗിൾ ഇൻ ദി ഓൾട്ടർനേറ്റ് സെഗ്മെന്റ്. അതായത് ഇത്രേ ഉള്ളൂ. ഞാൻ എന്ത് ചെയ്തു? ഒരു കോർഡ് അങ്ങോട്ട് വരച്ചു. ആ കോർഡ് ടച്ച് ചെയ്യുന്ന ഒരു പോയിന്റിൽ ഒരു ടാൻജന്റും വരച്ചു. ഓക്കെ ആണല്ലോ. ഞാൻ വേറൊരു കോഡ് വരയ്ക്കുന്നു ഇങ്ങനെ, ഒരു ട്രയാങ്കിൾ ആയി. എന്നാലും ട്രയാങ്കിൾ ആയി എന്ന് നിങ്ങൾ വിചാരിക്കും. ഓക്കെ, അപ്പം ഈ പോയിന്റിലാണ് ഞാൻ ടാൻജന്റ് വരച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ കോർഡ്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സംഭവം ഇത്രയേ ഉള്ളൂ. ഈ കോർഡും ഈ ടാൻജന്റിൻ്റെയും ഇടയിലുണ്ടാക്കുന്ന ഈ ആംഗിള് അതിൻ്റെ ഓൾട്ടർനേറ്റ് സെഗ്മെൻറ്റിൽ കിടക്കുന്ന ആംഗിളിനോട് തുല്യം. അതായത് നിങ്ങൾ ഇങ്ങനെയാണ് തന്നതെങ്കിൽ ഇങ്ങനെ നോക്കുക, ഈ കിടക്കുന്നതിനോട് തുല്യമായിരിക്കും. അതേസമയം അപ്പുറത്തെ ആംഗിൾ ആണെങ്കിലോ, ഇതും ഈ കോർഡും ഈ ടാൻജന്റും തമ്മിലുള്ള ഈ ആംഗിള് എന്തിനോട് തുല്യമായിരിക്കും? അതിങ്ങനെ നോക്കുമ്പം ഇതിനോട് തുല്യമായിരിക്കും. മനസ്സിലായോ? ഇതിനെ പറയുന്നതാണ് ഓൾട്ടർനേറ്റ് സെഗ്മെന്റ് തിയറം. അടുത്ത സെഗ്മെന്റിൽ കിടക്കുന്ന ആംഗിളിനോട് തുല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റ് സെഗ്മെന്റ് തിയറം എന്നാണ് ഈ തിയറത്തിന്റെ പേര്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ? ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഇത് ഇങ്ങനെയും നോക്കുക, ഇത് ഇങ്ങനെയും നോക്കുക, അത്രേ ഉള്ളൂ. ഇങ്ങനെ. ഓക്കെ, അടുത്ത ദിവസത്തിലേക്ക് നമുക്ക് വാട്ട് ഈസ് അപ്രോക്സിമേറ്റ് ഏരിയ കണ്ടുപിടിക്കണം. അപ്രോക്സിമേഷൻ ആണ് സർക്കുലർ പാത്ത് ഓഫ് യൂണിഫോം വിഡ്ത്ത്. ഒരു സർക്കുലർ പാത്ത് ഉണ്ട്, ഇതൊരു പാർക്കാണെന്ന് വിചാരിക്കുക. ആ പാർക്കിന് പുറത്തു കൂടെ എത്ര വീതിയിൽ? 2.5 മീറ്റർ വീതിയിൽ. ഇപ്പോൾ ഇത് 2.5 ആണ്. ഒരു സർക്കുലർ പാത്ത് ഉണ്ട്. ഈ പാർക്കിൻ്റെ ഇനീഷ്യൽ ഡയാമീറ്റർ 150 ആദ്യം ഉണ്ടായിരുന്ന പാർക്കിൻ്റെ. അതായത് ഡയാമീറ്റർ 150 ആണെങ്കിൽ ഇത് 75 മീറ്റർ ആയിരിക്കും ഇതിൻ്റെ ഉള്ളിലുള്ള റേഡിയസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പുതുതായിട്ട് കിട്ടിയ വലിയ സർക്കിളിൻ്റെ റേഡിയസ് എത്രയായിരിക്കും? 75ഉം 2.5 ആണ് അതിൻ്റെ വീതി. ടോട്ടൽ കൂട്ടുമ്പോൾ 77.5. പാർക്ക് ഏതാ നമ്മുടെ? ഇതാണ് ഈ പാർക്കല്ല, നമ്മുടെ പാത്ത് ഏതാ? ഇതാണ് പാത്ത്. നമ്മളിങ്ങനെ ഓടാനൊക്കെ പോവില്ലേ, ആ സംഭവം. അപ്പോൾ അതിൻ്റെ മാത്രം ഏരിയ ആണ് ചോദിക്കണേ. അതിൻ്റെ മാത്രം കണ്ടുപിടിക്കാൻ നമുക്ക് ഫോർമുല ഇല്ല. അതെങ്ങനെ കണ്ടുപിടിക്കാം? വലിയ സർക്കിളിൽ നിന്ന് ചെറിയ സർക്കിളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന സർക്കിളിൻ്റെ ഏരിയ മൈനസ് ചെയ്യേണ്ടി വരും.
R1 സ്ക്വയറിൽ നിന്ന് പൈ R2 സ്ക്വയർ മൈനസ് ചെയ്യേണ്ടി വരും. R1 എന്താ, വലിയ സർക്കിളിൻ്റെ ഏരിയ റേഡിയസ്, R2 എന്താ, ചെറിയ സർക്കിളിൻ്റെ റേഡിയസ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ പൈ കോമൺ ആക്കി എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ റേഡിയസിൻ്റെ സ്ക്വയർ മൈനസ് മറ്റേതിൻ്റെ റേഡിയസിൻ്റെ സ്ക്വയർ എന്നാണ് നമുക്ക് കിട്ടാൻ പോണേ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ഡയറക്റ്റ് നമുക്ക് ചെയ്യാം. ചെയ്യുമ്പം എന്തെന്ന് വരും, പൈ ഇൻറ്റു വലുതിൻ്റെ റേഡിയസ് എത്രയാണ് 77.5, 77.5ൻ്റെ സ്ക്വയർ മൈനസ് ചെറുതിൻ്റെ റേഡിയസ് എന്താ 75. ഇത് ചെയ്ത് നമുക്ക് പാർക്കിൻ്റെ ഏരിയ കിട്ടി. അപ്പോൾ 22/7 ഇൻറ്റു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണല്ലോ ഇത്. ഇതിന് എനിക്ക് എന്തെന്ന് എഴുതാം, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എനിക്കറിയാം. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. ആണെങ്കിൽ 77.5 പ്ലസ് 7.5 എന്ന് പറയുമ്പം എത്രയെന്ന് വരും, 152.5 എന്ന് വരും. ഇൻറ്റു ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 2.5 എന്ന് വന്നു. വേണമെങ്കിൽ ആ പോയിന്റ് മാറ്റിയിട്ട് ഒരു 100 ഇട്ടു. ഇനി എന്ത് പോവും, ഇനി ഇവിടെ നിന്ന് 25 100 4 പോവും. 2 വെച്ച് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 11, ഇവിടെ 2 എന്ന് കിട്ടും. പിന്നെ എന്തെങ്കിലും പോവോ, 7 പോവോ ഇവിടെ നിന്ന്, 14 12 ഇല്ല പോവില്ല. അപ്പോൾ സാരമില്ല, നമുക്ക് എന്തെന്ന് വരും, 11 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് എഴുത്, 5 5 2 7 5 2 7 5 1 6 1 ഡിവൈഡഡ് ബൈ 2 × 7 14, 16,775 ഡിവൈഡഡ് ബൈ 14 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് 14 എന്ന് വന്നു, 27 എഗെയിൻ 1 എന്ന് തന്നെ വന്നു. അപ്പോൾ 1100 എന്ന് പറയുമ്പോൾ സംതിങ് 1200 ആയിരിക്കണം ആൻസർ. ഓപ്ഷൻ എ. ചെയ്ത് നോക്കാം നമുക്ക്. 1100 എത്രയെന്ന് വരും, അടുത്തത് 9 തവണ പോകും, 1198 സംതിങ്ങാണ് വരുന്നത് അല്ലേ, 98. അപ്പോൾ 1200 തന്നെയാണ്, കറക്റ്റ് കിട്ടി. അടുത്ത ദിവസം നോക്കാം, നമുക്ക് സ്റ്റാൻഡേർഡ് ഡിവിഷൻ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കണേ. വേരിയൻസ് ചോദിച്ചു, സ്റ്റാൻഡേർഡ് ഡിവിഷൻ വന്നിട്ട് വേരിയൻസ് ചോദിച്ചു. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡിവിഷൻ ഈക്വൽ ടു റൂട്ടിൽ വിയിൽ വി അല്ലെങ്കിൽ റൂട്ട് ഓഫ് വേരിയൻസ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡിവിഷൻ 25 അപ്പോൾ റൂട്ട് വേരിയൻസ് വേരിയൻ്റ് എത്ര ആയിരിക്കും, അതിൻ്റെ സ്ക്വയർ ചെയ്താൽ മതി, 625. ഓപ്ഷൻ ഡി. അടുത്ത ദിവസത്തിലേക്ക് പോകാം നമുക്ക്. ഫൈൻഡ് ദ നമ്പർ ഓഫ് പേജസ് റെഡ് ബൈ ഡിഫറെൻറ്റ്, അതായത് ഓരോരുത്തരും വായിച്ച പേജുകളുടെ എണ്ണം തന്നിട്ടുണ്ട്, ആവറേജ് കണ്ടുപിടിക്കണം. എല്ലാവരും ഒരു ദിവസം വായിച്ചതിൻ്റെ ആവറേജ് സമ്മ് ഡിവൈഡഡ് ബൈ നമ്പർ ആണെന്ന് നമുക്ക് അറിയാം. സമ്മ് കണ്ടുപിടിച്ചോ, 5 2 7 11 16 9 25 2 8 2 10 14 17 19 6 25 2 4 7 13 15 1555 സമ്മ്. ടോട്ടൽ നമ്പർ 5 ഉണ്ട്. അപ്പം എത്ര, 311. ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ആൻസർ. അടുത്തത് നോക്കിക്കേ, എയും ബിയും ജോലി ചെയ്യുന്നതിൻ്റെ കണക്കുകളാണ് പറയുന്നത്. എ ക്യാൻ ഡു 4/9 ആസ് മച്ച് വർക്ക് ആസ് ബി ഇൻ 2/5 ഓഫ് ടൈം. അതായത് എ ബി ചെയ്യുന്നതിൻ്റെ 4/9 യൂണിറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയത്തിൻ്റെ 2/5 ടൈം എടുക്കും. അതിനാണെങ്കിൽ രണ്ടുപേരും കൂടി ഒരുമിച്ച് 27 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ബി എടുക്കുന്ന സമയം എത്ര? അപ്പം നമ്മൾ വേറെ ഒരു സംഭവം ചെയ്യില്ലേ, എന്ത്, നമ്മൾ എന്ത് ചെയ്യും, ടൈമിൻ്റെ എഫിഷ്യൻസി ഡിവൈഡഡ് ബൈ വർക്ക്, അത് അപ്പുറത്തും ഇപ്പുറത്തും ഈക്വലാക്കുന്ന ഒരു സംഭവമില്ലേ, അതാണ് ഇവിടെ ചെയ്യണേ. അപ്പോൾ എന്നോട് പറഞ്ഞിരിക്കുന്നത് എ 4 യൂണിറ്റ് ചെയ്യുന്ന 9 ആണ് ടോട്ടൽ വർക്ക് എന്നങ്ങോട്ട് ഞാൻ അസ്യൂം ചെയ്തു. വർക്ക് ടോട്ടൽ 9 ആണ്, അതിൽ 4 യൂണിറ്റ് എ ചെയ്യാൻ വേണ്ടി ടോട്ടൽ ടൈം 5 യൂണിറ്റ് ആണെന്ന് അങ്ങോട്ട് അസ്യൂം ചെയ്യും. 5 യൂണിറ്റിൻ്റെ 2 യൂണിറ്റ് എ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എയുടെ കേസ് എഴുതും, ഞാൻ ഇവിടെ ബിയുടെ കേസ് എഴുതും. അപ്പോൾ എയുടെ കേസ് എഴുതുമ്പം എ എടുക്കുന്ന സമയം എത്രയാണ്, ടോട്ടൽ 5 യൂണിറ്റിൽ 2 യൂണിറ്റ് സമയം എ എടുക്കുന്നുണ്ട്. എഫിഷ്യൻസി, എയുടെ എഫിഷ്യൻസി എ എന്നാണെന്ന് ഞാൻ വിചാരിക്കുന്നു. വർക്കോ, ടോട്ടൽ വർക്ക് 9 ആണെങ്കിൽ എ അതിലെ 4/9 വർക്കാണ് ചെയ്യുന്നത്, അപ്പോൾ 4 വിച്ച് ഇസ് ഈക്വൽ ടു ബി. ബിയുടെ കേസ് ഞാൻ നോക്കുമ്പം ബി എടുക്കുന്ന സമയം ബി ടോട്ടൽ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കും. ബീനെ കമ്പയർ ചെയ്തിട്ടല്ലേ പറയുന്നത്, ബി ടോട്ടൽ വർക്ക് ചെയ്ത് തീർക്കുമ്പം എക്ക് അതിൻ്റെ 2/5 ടൈമിൽ 4/9 വർക്കേ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞേക്കണേ. അപ്പോൾ ബിയുടെ എഫിഷ്യൻസിയിൽ ജോലി ചെയ്യും. ബിക്ക് എടുക്കുന്ന സമയം എത്രയായിരിക്കും, ടോട്ടൽ സമയം 5. ആ 5 യൂണിറ്റ് സമയത്തിൽ ബി ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യും 9. അപ്പോൾ എന്ത് ക്യാൻസലാവും, 2 എന്ന് വരും. എ ബൈ ബിയുടെ റേഷ്യോ എത്രയെന്ന് വരും, എ ബൈ ബി ഈക്വൽ ടു ഈ 2 ഇങ്ങോട്ട് പോകുമ്പോൾ 10/9 എന്ന് വന്നു. എഫിഷ്യൻസിയുടെ റേഷ്യോ കിട്ടി. അപ്പോൾ ടോട്ടൽ വർക്ക് എനിക്ക് കണ്ടുപിടിക്കാം, കാരണം രണ്ടുപേരും കൂടി ഒരുമിച്ച് 27 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 27 ഇൻറ്റു രണ്ടുപേരും കൂടി ഒരുമിച്ച് 19, 10 + 9 19 യൂണിറ്റിലായിരിക്കും അവർ ചെയ്യുന്നത്. ഇതാണ് ടോട്ടൽ വർക്ക്. ഈ വർക്കിന് ആര് ചെയ്യണം, ബി ഒറ്റയ്ക്ക് ചെയ്യണം എന്ന് പറയുമ്പം 9 19 × 3 എന്ന് പറയുമ്പം 57 ദിവസം ബിക്ക് എടുക്കും. ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത ദിവസം നോക്കാം നമുക്ക്. ഇത് ക്വസ്റ്റ്യൻ ആൻസർ കണ്ടുപിടിക്കാനാണ്. 0 0 ഒരു സെക്കൻഡേ, ബോർഡ് മാസ് റൂൾ വെച്ചിട്ട് ചെയ്യാം നമ്മൾ. 0 ഉം 0 ഉം ക്യാൻസൽ ചെയ്തു.
16 ഇൻറ്റു 9 ആണ് 144 പ്ലസ് 5 ഇൻറ്റു 4 20 മൈനസ് 4 29 മൈനസ് 4 25 ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റൻ നോക്കടാ. അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റൻ ആണ്. 29ാമത്തെ ക്വസ്റ്റൻ ആണ്. ഇതിൽ ഒരു ക്യൂബ് ഉണ്ട് എൻ്റെ കയ്യിൽ. അതിന് ഞാൻ ഉരുക്കിയിട്ട് 3/4 സെൻറ്റിമീറ്റർ റേഡിയസ് വരുന്ന 7 സ്ഫിയർ ഉണ്ടാക്കി. അതിനാണെങ്കിൽ ആ ക്യൂബിൻ്റെ ലെങ്ത് എന്തായിരുന്നു? അപ്പോൾ മുമ്പും ശേഷവും വോളിയം തുല്യമായിരിക്കും എന്നുള്ള കൺസെപ്റ്റാണ്. ക്യൂബിനെയാണ് ഞാൻ ഉരുക്കിയത്. അപ്പോൾ എ ക്യൂബ് എന്തിനോട് തുല്യമായിരിക്കും? 7 സ്ഫിയറുകളുടെ വോളിയത്തിനോട് തുല്യമായിരിക്കും. 7 ഇൻറ്റു സ്ഫിയർ 4/3 ക്യൂബ് ആണ് അല്ലേ വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു എ ക്യൂബാണ് ഞാൻ കണ്ടുപിടിക്കുന്നത്. 7 ഇൻറ്റു 4/3 ഇൻറ്റു പൈ ഇൻറ്റു 22/7 ഇൻറ്റു ആർ ക്യൂബ്. റേഡിയസ് എത്രയാ? 3/4. അപ്പോൾ അതിൻ്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ 3/4 3/4 3/4. 3 പോയി, 7 പോയി, 4 പോയി, 2 വെച്ച് ക്യാൻസൽ ചെയ്യി 2. സീക്വൽ എത്രയാണെന്ന് വരും? 3 9 11 ഇൻറ്റു 9 99. അടിയിൽ എന്ത് വരും? 2 ഇൻറ്റു 4 8. അതായത് 99/8 എ ക്യൂബിൻ്റെ വാല്യൂ കിട്ടി. എ ക്യൂബ് സീക്വൽ ടു 99/8 ആണെങ്കിൽ എന്നോട് ചോദിച്ചത് ലെങ്ത് ആണ്. ക്യൂബിൻ്റെ ലെങ്ത് എ ആയിരിക്കും. എ കിട്ടാൻ എന്ത് ചെയ്യണം? ഇതിൻ്റെ ക്യൂബ് റൂട്ട് എടുക്കണം അല്ലേ? അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 99/8 അല്ലെങ്കിൽ 99/8 ഹോൾ റൈസ് ടു 1/3. ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ. ഓക്കെ, അപ്പം ഇനി ലാസ്റ്റ് വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നത്. P/Q Q/R തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ P+Q Q+R R+Pയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ P/Qൻ്റെ വാല്യൂ 15:16. Q+R Q/R എന്ന് പറയുമ്പോൾ Q16 ആണെങ്കിൽ Q16 തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ R 17 ആയിരിക്കും. ആണെങ്കിൽ P+Q എത്രയായിരിക്കും? 16ഉം 5ഉം കൂടി കൂട്ടുമ്പോൾ 15ഉം 16ഉം കൂടി കൂട്ടുമ്പോൾ 31. Q+R ചെയ്യുമ്പോൾ 33. 16ഉം 17ഉം കൂടി കൂട്ടി. നെക്സ്റ്റ് R+P എന്ന് പറയുമ്പോൾ 15ഉം 17ഉം കൂടി കൂട്ടുമ്പോൾ 32. ഏതാ ഓപ്ഷൻ? 31 33 32. ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള നമ്മുടെ 30 ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു. 1-2 ക്വസ്റ്റനൊക്കെ നമുക്ക് അങ്ങനെ നോക്കി ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ലൈവ് മോക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവരുടെയും പ്രിപ്പറേഷൻ അടിപൊളിയായിട്ട് പോട്ടെ. എല്ലാവർക്കും താങ്ക് യു.